ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിപ്പോ പറയാൻ കാര്യം എന്തുവാ? ആ കൊച്ചിന്റെ അച്ഛനെ പിന്നീട് എന്താ വരാഞ്ഞത്? അതിനിപ്പോ ഞാനെന്താ പറയാനാ? നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ എനിക്കും അറിയത്തുള്ളൂ ഭാമേ. ഇതിലെന്തൊക്കെയോ കള്ളക്കളികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ പിന്നെ അച്ഛൻ ദിവസവും വിളിക്കും. എന്റെ പഠിത്ത കാര്യങ്ങളൊക്കെ തിരക്കും. മോളുടെ അച്ഛൻ ഇപ്പൊ എവിടെയാ? ദുബായ് തന്നെ. രാഘവേട്ടൻ ഇത് എവിടെ പോയതാ? ചായ എടുത്ത് വാതിക്ക വന്നപ്പോ നിങ്ങൾ അവിടെ ഇല്ല. എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഞാനേ നമ്മുടെ ശ്യാമിനെ കാണാൻ വേണ്ടി പോയതാ. ഒന്നുമില്ലേലും അവിടെ എനിക്ക് കുറെ നാൾ വെച്ചോളമ്പി തന്നതല്ലേ, അതിന്റെ സ്നേഹങ്ങൾ എനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ആ രോഹിത്തിനെ ഓർത്തല്ല, പപ്പി മോളെ ശ്യാമെ നമുക്കങ്ങനെ മാറ്റിത്താൻ കഴിയത്തില്ലല്ലോ. സുഖമില്ലാത്ത ആള് ഒറ്റയ്ക്ക് ഇങ്ങനെ ഓടി നടന്ന് വലതും വന്നു പോയാ ഈ പറഞ്ഞവരാരും ഉണ്ടാവില്ല. കൂട്ടിരിക്കാനും കാശ് മുടക്കാനും ഈ ഞാനേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ പോയി തെറ്റായി പോയെന്നാണോ ഭാമ പറയുന്നേ? ഒറ്റയ്ക്ക് പോയതിലേ എനിക്ക് പരിഭവമുള്ളെന്ന്. അല്ലാതെ ശ്യാമയെ നിങ്ങൾ കാണാൻ പോയതിൽ ഞാൻ എന്തിനു പരിഭവിക്കണം? നിങ്ങള് ഒറ്റയ്ക്ക് പോയി എന്തെങ്കിലും അപകടം ഉണ്ടാക്കരുതെന്ന് കരുതിയാ ഞാൻ ഈ പറയുന്നത്. ഇനിയും അങ്ങനെ പറഞ്ഞാണ് തെറ്റെങ്കിൽ ഇനി മുതൽ ഞാൻ അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയി വാ. ഭാമേ, നീ എന്തിനാ അതിനിങ്ങനെ വലിയ കുറ്റമായിട്ട് കണ്ട് സംസാരിക്കുന്നേ? ഈ പറഞ്ഞ നിനക്ക് എന്നോട് വരായിരുന്നല്ലോ. നീ എന്താ അങ്ങനെ ചിന്തിക്കാന്നേ? ശ്യാമ എനിക്ക് മാത്രമല്ലല്ലോ പച്ചവെള്ളം തന്നിട്ടുള്ളത്, നിനക്ക് തന്നിട്ടുള്ളതല്ലേ? നമ്മുടെ മരുമകളായിട്ട് തന്നെയല്ലേ അവളും അവിടെ ജീവിച്ചത്. അവൾക്ക് ഇതിന്റെ അപകടം പറ്റി കിടന്നിട്ട് അവളെ ഒന്ന് കാണാനുള്ള മനസ്സ് നീ കാണിച്ചില്ലല്ലോ. നിങ്ങൾ എന്നെ വിളിച്ചോ? വിളിച്ചില്ലല്ലോ. ആരോടും പറയാതെ ഒറ്റയ്ക്ക് പോവല്ലേ ചെയ്തത്? ഭാമേ, നിന്നെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ. നിന്റെ ഉള്ളിലിപ്പേ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഉള്ളിൽ ഒരാളെ ഇഷ്ടക്കേട് തോന്നിയിട്ടുണ്ടെങ്കിലേ അത് മനസ്സിലിട്ട് നീട്ടി എത്രത്തോളം വലുതാക്കാമോ അത്രത്തോളം വലുതാക്കാൻ നീ ശ്രമിക്കൂ. അല്ലാതെ തണുപ്പിക്കാൻ നിനക്ക് അറിയത്തില്ല, അത് നീ ശ്രമിക്കാറുമില്ല. നീ ശ്യാമയെ കാണാൻ വരില്ലെന്ന് നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. വെറുതെ ചോദിച്ച് നമ്മൾ തമ്മിൽ മുഷിയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മനഃപൂർവ്വം ചോദിക്കാറുന്നതാ. അല്ലെങ്കിലും എന്നെ കുറ്റപ്പെടുത്തുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് 100 നാവാണല്ലോ. അല്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? അവനെ ആ ഉപേന്ദ്രന് അവന് കൃത്യമായിട്ട് ഉന്നം വെക്കാൻ അറിയാത്തതുകൊണ്ട് അതിന്റെ ജീവൻ പോയില്ല. അവനെപ്പോഴും ഭ്രാന്തുള്ളി അടക്കാന്ന പറഞ്ഞു കേട്ടത്. എല്ലാം നമുക്ക് വേണ്ടിയാ അവർ ഈ അപകടത്തിലേക്ക് എടുത്ത് ചാടിയിരിക്കുന്നത് വരെ. അവനവനായിട്ട് ഉണ്ടാക്കിയതൊക്കെ അവനവനായിട്ട് അനുഭവിക്കുക തന്നെ വേണം. അതെ, പ്രകൃതി നിയമോ. കൊടുത്താ കൊല്ലത്തും കിട്ടുന്നൊരു ചൊല്ലുണ്ട്. നിന്റെ മനസ്സിലെന്താ ഭാമേ കരിങ്കൽ കൊണ്ടാന്നോ ഉണ്ടാക്കിയേക്കുന്നേ? ആ രോഹിത് ഇവിടെ വന്ന് സ്വത്തെല്ലാം തിരികെ ഏൽപ്പിച്ച് മാപ്പം പറഞ്ഞല്ലേ? പിന്നെ എന്തിനാ ഈ വാശിയും കടുംപിടുത്തവും ഒക്കെ? അയ്യോ, എനിക്ക് ഒരാളോട് ഒരു വാശിയില്ല, ഒരു കടുംപിടുത്തത്തിന് ഞാൻ നിൽക്കുന്നുമില്ല. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള മറ്റൊരു കാര്യമാ. അത് ശരി. ഇനിയിപ്പം സ്വസ്ഥത ഉണ്ടാക്കാൻ വേറെ കാര്യമുണ്ടോ? ഓ, സത്യയുടെ അച്ഛനെ ഞാൻ അന്ന് കണ്ടിരുന്നു, അന്ന് സ്കൂൾ ഫംഗ്ഷനിൽ വെച്ച്. അതിപ്പോ പറയാൻ കാര്യം എന്തുവാ? ആ കൊച്ചിന്റെ അച്ഛനെ പിന്നീട് എന്താ വരാഞ്ഞത്? അതിനിപ്പോ ഞാനെന്താ പറയാനാ? നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ എനിക്കും അറിയത്തുള്ളൂ ഭാമേ. ഇതിലെന്തൊക്കെയോ കള്ളക്കളികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കും എന്തൊക്കെയോ അറിയാം. നിങ്ങൾ എന്നെ ഒന്നും അറിയിക്കാത്തതാ. ഈ സത്യഭാമയെ നിങ്ങൾ എന്തൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും, എന്തൊക്കെ കള്ളക്കളികൾ എനിക്കെതിരെ നടത്തിയാലും യഥാർത്ഥ സത്യം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അത് നിങ്ങൾ ഓർത്തോ? കേട്ടല്ലോ. ഇതൊക്കെ എന്നോട് പറഞ്ഞെന്തോ കാര്യം?
ഇതൊക്കെ ഇപ്പൊ തന്നെ ഞാനങ്ങ് മറന്നു പോവും. അതാ എന്റെ അവസ്ഥ. ഓ ഇങ്ങനൊരു മനുഷ്യൻ. ഹോ, ഒരു മഹാത്മാവ്. ഇത് കൊള്ളാല്. എന്റെ ദൈവമേ, ഞാൻ എന്തോ ചെയ്യാനാ? ഈ അസുഖം ഞാനായിട്ട് ക്ഷണിച്ചു കൊടുത്തേണ്ടാന്നു. ഈ ചായ കുടിക്കേ. ഇത് ക്യാൻറ്റീനിലെ ചായ അല്ലേ? എനിക്ക് വേണ്ട രോഹിത്. ഇപ്പൊ ഈ ചായ കുടിക്കേ. വൈകുന്നേരം ആവുമ്പോ നമുക്ക് നല്ല ചായ പുറത്തുനിന്ന് വാങ്ങാം. അല്ല, രോഹിത് കുടിച്ചു നോക്കിയായിരുന്നോ? വെറുതെ പച്ച വെള്ളത്തിൽ പാല് ചേർത്ത് ചൂടാക്കി തന്നിരിക്കുക. അത് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കി കുടിക്കുന്ന പോലെ ഇവിടെ കിട്ടുവോ? ഇത് ഹോസ്പിറ്റലാ. കുറച്ചല്ല, കുറച്ചധികം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കുടിക്കേ. എനിക്ക് വേണ്ട. അല്ല, ആ നേഴ്സ് പറഞ്ഞ മരുന്ന് വാങ്ങിച്ചായിരുന്നോ? അത് ഇവിടുത്തെ ഫാർമസിയിൽ ഇല്ല, പുറത്തുനിന്ന് വാങ്ങണം. ഓ, തനി ചായ കുടിക്കേ. എന്തായാലും ഞാൻ വാങ്ങിയതല്ലേ. രോഹിത്, ഇതിനൊരു ടേസ്റ്റും ഇല്ലല്ലോ. അത് പിന്നെ ക്യാൻറ്റീനില് ഇങ്ങനെയുള്ള ചായയല്ലേ കിട്ടൂ. നീ വെറുതെ വാശി പിടിക്കാതെ കുടിക്കേ.